ഓരോ സീസണിൽ നല്ല നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകൾ കിട്ടും നമുക്ക്. ഇപ്പോൾ അത്തിപ്പഴത്തിൻ്റെ മൾബറിൻ്റെ ഒക്കെ ഒരു സമയമാണ്. സ്ട്രോബെറിൻ്റെ അവസാന ഘട്ടമായി, കാരണം തണുപ്പ് കഴിഞ്ഞു തുടങ്ങിയാൽ പിന്നെ സ്ട്രോബെറി കുറച്ച് കുറയും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഭക്ഷണത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. നമുക്ക് വിശ്വസിച്ച് കഴിക്കുക, ജ്യൂസ് അടിക്കാൻ, പച്ചക്ക് കഴിക്കാനൊക്കെ ഏറ്റവും നല്ലത് അതാണ്. ഇന്നത്തെ നമ്മളെ ഡിന്നർ അതന്നെ, അത്തിപ്പഴവും പഴമൊക്കെ ഇട്ടിട്ട് നല്ലൊരു ജ്യൂസും പിന്നെ മൾബറിയും നാടൻ കോഴിമുട്ടയും സ്ട്രോബെറിയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് ഇന്നത്തെ ഡിന്നർ. ആ ജ്യൂസിൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരാം. ഒരു 5 ഈത്തപ്പഴം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതിലേക്ക് നല്ല പശുവും പാലേ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അവിടെ നിന്നോട്ടെ. ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിലേ നന്നായിട്ട് മൂടിയിട്ട് വെക്കണേ. അത്തിപ്പഴവും പഴവും ഇത് രണ്ടും ഫ്രിഡ്ജിൽ വെക്കണം, ഒന്ന് തണുപ്പിക്കണം കേട്ടോ. അത്തിപ്പഴം കട്ട് ചെയ്തു കേട്ടോ, പകുതി പഴം കട്ട് ചെയ്തത്. നമ്മൾ പിന്നെ കശുവണ്ടിയും ഈത്തപ്പഴം പാലിലിട്ട് വെച്ചത്. പാലോ വെള്ളമോ എന്താണ് അരച്ചു കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുക. നല്ല ഹൈ റിച്ച് സാധനമാണ്. ആ പകുതി പഴേ ബാക്കിയുണ്ടല്ലോ, അത് നുറുക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടോ. ഒക്കെ പിന്നെന്താ പറയുക, നാടനാണ്. മൾബറി ഇവിടുത്തെ ഫാമിലുള്ളതാണ്, സ്ട്രോബെറി നമ്മളതാണ്, അത്തിപ്പഴം ഫാമിലുള്ളതാണ്, നാടൻ കോഴിമുട്ട ഇവിടെ ഫാമിലുള്ളതാണ്. ജ്യൂസിലെ പഴം പുറത്തുനിന്ന് വാങ്ങിയതാണ്, പിന്നെ അത്തിപ്പഴം ഇവിടുന്ന് കിട്ടിയതാണ്. പാല് ഫ്രഷാണ്. അപൂർവമായിട്ടാണ് ഇങ്ങനെ ഫുള്ളി നാടൻ സംഭവങ്ങളൊക്കെ കിട്ടല്. അപ്പോൾ കിട്ടുമ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക.